സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് കുടിശ്ശിക ആനുകൂല്യം വാങ്ങുന്നവരിൽ പലരുടെയും അക്കൗണ്ടുകൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അതായത് മരപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേക കാരണങ്ങളാലാണ്. നിലവിൽ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റ് പരിശോധിക്കുകയും ഈ രീതിയിലാണോ കാണുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയും വേണം. വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, വിധവാ പെൻഷൻ വാങ്ങുന്നവർ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കെല്ലാം ഈ ഒരു അറിയിപ്പ് ബാധകമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. 1600 രൂപ വീതം പെൻഷൻ മാസാമാസങ്ങളിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുതിയൊരു അറിയിപ്പ് ഇപ്പോൾ വരുന്നത്. നിലവിൽ 20 ലക്ഷത്തിനടുത്ത അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇത് ഔദ്യോഗിക സ്ഥിരീകരണമല്ല. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ വിധവാ പെൻഷൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടവരുടെ വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിഷുവിൻ്റെ ആനുകൂല്യം, നമുക്ക് കുടിശ്ശികയുള്ള 2 മാസത്തെ പെൻഷൻ ഈ വിഷുവിന് സർക്കാർ നൽകുകയാണ്. അത് ഈ ആഴ്ച തന്നെ ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് ധനകാര്യ വകുപ്പിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആനുകൂല്യം മുടങ്ങുമെന്ന ആശങ്ക വേണ്ട. പക്ഷേ ഈ ആനുകൂല്യം തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് മരപ്പിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കണം. ഇതിൽ പ്രധാന കാരണമായിട്ട് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ വർഷാവർഷങ്ങളിൽ പുതുക്കുമ്പോഴോ, അല്ലെങ്കിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരി ഇത് ഡിജിറ്റൽ സൈൻ ചെയ്ത് ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ മാസങ്ങളിലെയും പെൻഷന് വീണ്ടും യോഗ്യത നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടാണ്. സാങ്കേതികമായിട്ടുള്ള പിഴവുകളാവാം ഇതിൻ്റെ കാരണം. ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താലാണ് പെൻഷൻ പലരുടെയും തടയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി എന്ന് ഡിജിറ്റൽ സൈൻ ചെയ്യുന്നോ അതിനുശേഷം മാത്രമേ ഈ 1600 രൂപയൊക്കെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അത് കൈകളിലേക്ക് വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ളവർക്കും ഈ നിയമം ബാധകമാണ്. അതുകൊണ്ടാണ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മളുടെ പെൻഷനർ ഐഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പറോ ഉപയോഗിച്ച് നമുക്കിത് പരിശോധിക്കാൻ സാധിക്കും. സേവന പെൻഷൻ എന്ന ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഇത് പരിശോധിക്കുമ്പോൾ നമ്മളുടെ സ്റ്റാറ്റസിൽ കൃത്യമായിട്ട് ഈ മസ്റ്ററിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചതിനെയൊക്കെ സംബന്ധിച്ചും ഇത് അവസാനമായിട്ട് ഈ സൈൻ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ സൈനൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു പോർഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഒരു പകർപ്പ് നമ്മൾ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നിങ്ങളുടെ ഇത് കാണുന്നതെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ നമുക്ക് വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സർക്കാർ അനുവദിക്കാനിരിക്കുന്ന ആനുകൂല്യം മുടങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിധവാ പെൻഷൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുകയുണ്ടായി. അതുമാത്രമല്ല, പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പിഴവുകളല്ല. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ചെയ്യേണ്ടത് നമ്മളുടെ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ഇങ്ങനെയൊരു കാരണത്താൽ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഗുണഭോക്താക്കൾക്കല്ല, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരിക്കാണ്. അവർ എത്രയും വേഗം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് എങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം പഞ്ചായത്തിൽ എത്തിച്ചേർന്ന ഈ കാര്യങ്ങൾ അറിയിക്കണം. അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ മുഖാന്തരം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചാലും മതി. എത്രയും വേഗം ഇത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 60 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് വരും ദിവസം വിതരണം ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയൊരു നമുക്ക് നഷ്ടത്തിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് വേഗം ഇത് ശ്രദ്ധിക്കുക. അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. അപ്പോൾ ഡിജിറ്റൽ സൈൻ ചെയ്യാത്തവർക്ക് മാത്രമാണ് ഇത് ബാധകമെന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.